അടുത്ത അഡാപ്റ്റേഷൻ ഹൈ പ്രഷറിന് എങ്ങനെയാണ് ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യുന്നത്. സോ ഹൈ ടെമ്പറേച്ചർ പോലെ ഹൈ പ്രഷറിന് എങ്ങനെയാണ് ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഡെപ്ത് ഇൻ ദ ഓഷ്യൻ്റെ അത്രയും താഴ്ചകളിൽ, സോ അറ്റ് ഗ്രേറ്റ് ഡെപ്ത് ഇൻ ഓഷ്യൻ അവിടെ പ്രഷർ മോർ ദാൻ 100 ടൈംസ് പ്രഷർ കൂടുതലായിരിക്കും ഓഷ്യൻ്റെ അത്രയും ഗ്രേറ്റർ ആയിട്ടുള്ള ഡെപ്തുകളിൽ. എങ്ങനെയാണ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതൽ 100 മടങ്ങിനേക്കാളും കൂടുതൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണോ അതിനേക്കാൾ ഒരു 100 മടങ്ങ് കൂടുതലായിരിക്കും ഒരു ഗ്രേറ്റ് ഡെപ്തിൽ ഓഷ്യനിലെ ഏറ്റവും താഴ്ചയിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷറായിരിക്കും ഈ ഗ്രേറ്റർ ഡെപ്ത് ഇൻ ദ ഓഷ്യനിൽ നമുക്ക് കാണുക. സോ അവിടെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് മെറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സും ഫിഷസും ഒക്കെ ഉണ്ടാവും. ഒരുപാട് ഫിഷുകളും മെറൈൻ ഇൻവെർട്ടിബ്രേറ്റുകളൊക്കെ അവിടെ അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓർഗാനിസംസ് അവിടെ സർവൈവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് ദേ ഡു നോട്ട് പോസസ് എയർ സാക്ക്. സാധാരണ ഒരു അക്വാട്ടിക് സിസ്റ്റത്തിൽ കാണുമ്പോൾ അവർക്ക് അവിടെയുള്ള അക്വാട്ടിക് സിസ്റ്റത്തിൽ അവർക്ക് എയർ സാക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഗ്രേറ്റർ ഡെപ്ത് ഓഷ്യനിലുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എന്തുണ്ടാവില്ല, എയർ സാക്കുകൾ ഉണ്ടാവില്ല. രണ്ടാമത് അവർക്ക് ഒരു ഫാസിനേറ്റിംഗ് എറേ ഓഫ് ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ, വളരെ ആകർഷണമായ രീതിയിലുള്ള ബയോകെമിക്കൽ അഡാപ്റ്റേഷൻസും അവർക്കുണ്ടായിരിക്കും. സോ വളരെ വ്യത്യസ്തമായ ആകർഷണമായ ഒരു ബയോകെമിക്കൽ അഡാപ്റ്റേഷനും അതുപോലെ എയർ സാക്കും അതുണ്ടായിരിക്കും. അതുപോലെ എയർ സാക്ക് അവർക്ക് ഉണ്ടായിരിക്കില്ല. ഈ 2 കാര്യങ്ങളാണ് അവരെ ഹൈ പ്രഷറിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്.